പാലക്കാട് പൊതുമരാമത്ത് വകുപ്പിലെ ജൂനിയർ സൂപ്രണ്ടാണിത്. രമണി മാഡം നല്ല കുടുംബത്തിൽ പിറന്ന മാഡമാണ്. അതുകൊണ്ട് കൈക്കൂലി ചോദിച്ചു വാങ്ങും. മാഡത്തിന്റെ കസേര പോലും കൈക്കൂലി വാങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ശശിധരൻ സാറാ, പാലക്കാട് നല്ലേപ്പള്ളി സ്വദേശി, ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലെ ആണ്. 5000 രൂപ കൊടുക്കേണ്ട കേസിന് 500 രൂപ കിട്ടിയാലും വാങ്ങും. അത്ര നക്കി എന്നാണ് സഹപ്രവർത്തകർ പോലും പറയുന്നത്. പിന്നെ ഇത് സലാലുദ്ദീൻ സാർ, അക്കൗണ്ടന്റ് ആണ്, പാലക്കാട് എരുമയൂർ സ്വദേശി. റോഡ് പണിഞ്ഞ കോൺട്രാക്ടർ സ്റ്റാഫിൽ നിന്നും 2000 രൂപ വീതം കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസ് പിടികൂടി. അതിൽ ശശിധരൻ സാർ വ്യത്യസ്തനാണ്. മറ്റ് രണ്ടുപേരും ഓഫീസിൽ നിന്നും കൈക്കൂലി വാങ്ങിയപ്പോൾ ശശിധരൻ സാർ വിക്ടോറിയ കോളേജിന് മുന്നിലെ റോഡിൽ വെച്ചാണ് വാങ്ങിച്ചത്. എങ്ങാനും വിജിലൻസുകാർ വരുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ഈ പാവം റോഡിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ. വിജിലൻസ് ഡിവൈഎസ്പി എസ് ഷംസുദ്ദീന്റെ നേതൃത്വത്തിലാണ് 3 പേരെയും പിടികൂടിയത്. ഇവർ 3 പേരും കഴിഞ്ഞ കുറെ നാളായി വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നോക്കണേ, 10,000 ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് വെറും 2000 രൂപയ്ക്ക് പെട്ടത്. 500 രൂപ കിട്ടിയിരുന്നെങ്കിൽ അതും വാങ്ങിയേനെന്ന്. ശശിധരൻ സാർ ഇനി അധികാരം ഡ്യൂട്ടി ഇല്ലെന്ന് റിട്ടയർ ചെയ്താൽ പിന്നെ വാങ്ങാൻ പറ്റില്ലല്ലോ. രമണി മാഡത്തിനാണെങ്കിൽ വീട്ടിൽ പ്രാരാബ്ദങ്ങൾ ഒത്തിരിയുണ്ട്. ഭർത്താവ് ഇതേ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും ഇവരുടെ ജീവിതം രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 2000 രൂപ വാങ്ങിയതെന്ന്. എന്തായാലും തൽക്കാലം 3 പേർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ വിജിലൻസ് ഒരുക്കിയിട്ടുണ്ട്. മിക്കവാറും നാളെ തന്നെ സസ്പെൻഷൻ ഉണ്ടാകും. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇതെല്ലാം ആളുകൾ മറക്കും. വീണ്ടും ഇവർ കൈക്കൂലി വാങ്ങാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ വിജിലൻസിനെ അറിയിക്കാൻ മറക്കല്ലേ.